ചേച്ചി അതെ എന്താ? അല്ല എന്റെ പേര് ഗിരീഷ്. ഞാൻ എബിയുടെ കൂട്ടുകാരനാണ്. എന്താ വിശേഷിച്ച്? അല്ല എബി ഒപ്പം ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്തേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ കാര്യം പറഞ്ഞേ. അവന്റെ കയ്യിൽ നിന്ന് 2000 രൂപ വാങ്ങി. 2000? എന്തിന്? അത് യൂത്ത് ഫെസ്റ്റിവല് അല്ല സ്പോർട്സിന്റെ ഷൂ വാങ്ങാനായിരുന്നു. സ്പോർട്സിന് ഷൂ വാങ്ങാനോ? പെട്ടെന്ന് മാഷ് പറഞ്ഞ കാരനാവും. ഇന്ന് രാവിലെയാണോ അവൻ വാങ്ങിയത്? ഇന്ന് രാവിലെ കാലത്ത്. ഓ അത് ശരി. അവൻ ട്യൂഷന് പോയിരിക്കുക, വരാൻ വൈകും. അല്ല എനിക്ക് പൈസ കിട്ടി പോരണേ, വേറെ ആളുടെ വാങ്ങിച്ചതാ. മോനിക്ക് ഞാൻ എടുത്തിട്ട് വരാം. അല്ല മോനി പറഞ്ഞു വരുന്നത്, എന്താ ചക്ക ഓടുന്നു? ചെക്ക അടിച്ചിരുന്നപ്പോ അവന്റെ ഓട്ടം കണ്ടില്ലേ? എന്തോട്ടാ ഓടുന്നു? എന്നിട്ടേ എബിക്ക് സ്പോർട്സ് ഷൂ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ ശരിയാവും? അങ്ങനെ വലുതുണ്ടെങ്കിൽ പ്രാഞ്ചേട്ടന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരില്ലേ? കർത്താവെ, കുട്ടികളിലുണ്ടോ ഇങ്ങനത്തുള്ള സൂത്രക്കാര്? സംഗതി എന്തുണ്ടായിന്ന് പറയേ. നിന്നോട് അവനെ പിടിക്കാൻ പറഞ്ഞല്ലേ? ഞാൻ എങ്ങനെ പിടിക്കാ? രാവിലെ ചാക്കേറ്റിട്ട് നടുളുക്കിയിട്ട് ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അപ്പൊ ചേച്ചി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. ആശുപത്രിയിൽ കാശ് മേടിക്കാൻ. പ്രാഞ്ചേട്ടനോട് ചോദിച്ചാ പോരായിരുന്നു, എന്തിനാ എന്നോട് ചോദിക്കാൻ പറഞ്ഞേ? എങ്ങനെ ചോദിക്കാ? 2 മാസം ശമ്പളേ മുൻകൂറായിട്ട് മേടിച്ചു. അത് ശരി. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വന്നതാ? ഇപ്പൊ തന്നെ ഒരു 2000 പോയതേ ഉള്ളൂ. കാശ് അടിച്ചോണ്ടാ ചക്കൻ പോയത്? അതേനെ, എബിയുടെ കൂട്ടുകാരൻ ഞാനാ പറഞ്ഞത്. അറിയത്തില്ല. ഭാസ്കരൻ നീ ഒന്ന് ചെല്ലടാ. അവനെ പിടിച്ചോളാ. അതെ, ആ കാശി എടുക്കട്ടോ. നീ എന്തെങ്കിലും ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ തന്നെ ഇല്ല. എടാ എബി, നീ ശരിക്കും ആലോചിച്ച് നോക്കുമോനെ. അവനെന്തുട്ടിനാടി നോണ പറയണേ? എടാ 3-4 വർഷമായിട്ട് ഇവന്റെ കൂടെ പഠിക്കണ ചെറുക്കനാന്നേ. അങ്ങനെ അവൻ പറഞ്ഞപ്പോ അതോടാ. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഞാൻ അപ്പൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കില്ലേ? പിന്നെ ഞാൻ നിന്നെ നാട്ടുകാരുടെ കൈയും കാലും പിടിക്കണേ. നീ പറയണതൊക്കെ ശരിയാ, പക്ഷെ നിന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇങ്ങനെ വന്ന് നുണ പറയുമ്പോ ആരെങ്കിലും വിശ്വസിക്കോ? പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര നുണ വേണമെങ്കിലും അവര് പറയും. എന്റെ പ്രായത്തിലുള്ളവര്. നിങ്ങക്ക് അറിയാഞ്ഞിട്ടാ. അല്ല എന്തിനാണ് എത്ര മാത്രം പൈസക്ക് ആവശ്യം? അപ്പന് ഇപ്പോഴത്തെ ചെക്കന്മാരെ അറിയണ്ട, അവർക്ക് 100 തൊട്ട് ആവശ്യമുണ്ട് പൈസ കൊണ്ട്. കാശിന് കുറെ ആവശ്യോ? അതെന്തിനാന്ന് ചോദിക്കണേ? കുടുംബത്തിന്റെ അവസ്ഥ മോശമായ കുട്ടികൾക്ക് പിന്നെ ആവശ്യം ഉണ്ടാവില്ല ഗുരുവേട്ടാ. അതൊക്കെ ശരിയാ. അത്തരം കുട്ടികൾ ഒഴിവ് സമയങ്ങളിൽ പാർട്ട് ടൈം ജോലിക്ക് പോവാറുണ്ട്. നമ്മുടെ സേവിച്ചന്റെ മോൻ ഡെന്നി, അവൻ കാറ്ററിംഗ് ജോലിക്ക് പോവാറില്ലേ? അതേപോലെ. അതെ, ഈ കാറ്ററിംഗിന് പോണത് എന്തിനാന്ന് വിചാരം? എന്തിനാ? കാശുണ്ടാക്കി സ്വന്തം കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിട്ട്. എല്ലാവരും അങ്ങനെയല്ല എന്റെ അമ്മ. അമ്മക്ക് ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ അറിയണ്ട. അതെ, എനിക്ക് 100 വട്ടം പണിയുണ്ട്, ഞാൻ പോവാ. ഹോംവർക്കൊക്കെ ചെയ്യണ്ട്. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്തൊക്കെ ഉണ്ട് നമ്മളെ അറിയാത്ത കൊറേ കാര്യങ്ങള് അവന്റെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാ. എന്താ ഹോംവർക്കൊക്കെ ഇനി പിന്നെ ചെയ്യാ. അതിനു മുമ്പേ ഒരു സംശയം. എന്തുട്ട് നീ പറഞ്ഞു വരണേ? എന്തുട്ട്? അല്ല, ഈ പണത്തിന്റെ ആവശ്യം കുട്ടികൾക്ക് അതൊന്നും പുറത്തു പറയാൻ പാടില്ല. കട്ട സീക്രട്ടാ. പറഞ്ഞവന്റെ തല പോവും. എബി, ഞാൻ വന്നപ്പോ സ്കൂളിൽ മീറ്റിങ്ങിന്. മതി മതി, അപ്പനോടാട്ടാ. അതെന്താടാ? വേറൊന്നുമല്ല, സാധാരണ അമ്മമാരെ വരാറ്. അപ്പന്മാർക്ക് നേരൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാ. മോൻ ഇന്നലെ എന്തോ കാര്യം പറയാൻ വന്നില്ലേ? എന്താ അമ്മ കാര്യം വിടുവോ? അതൊക്കെ വിട്ടു. പക്ഷെ എന്നാലും അമ്മയ്ക്കൊരു ആകാംക്ഷടാ. എന്റെ പേരും പറഞ്ഞിട്ട് കാശ് ചോദിക്കാൻ വന്ന് കൊടുക്കണ്ട. 2000 അല്ലേ പോയോളോ, സാരില്ല. അതല്ലടാ, ഇനി അമ്മയ്ക്ക് അതുപോലെയുള്ള കുടിക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിട്ടാടാ കുടുങ്ങാണ്ടിരിക്കാനാ ഞാനീ പറയണേ. എന്റെ അമ്മ പഠിച്ച സ്കൂള് പോലും നല്ല ഇപ്പോ. അതാടാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പന്റെ അമ്മനെ ചോദിക്കാൻ വിട്ടല്ലേ? എന്റെ അമ്മ ആരെങ്കിലും ഈ കാര്യം പറഞ്ഞ അവര് പണി തുടങ്ങല്ലേ? ആര്? കൊട്ടേഷൻകാര് കൊന്നു തള്ളല്ലേ?
കൊട്ടേഷൻകാരോ? നീ എന്തൊക്കെയാ അഭിമോനെ ഈ പറയുന്നേ? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. എന്റെ പേര് പറഞ്ഞ് കാശ് കെട്ടിച്ചു പോയൊരു ചെക്കനില്ലേ, ആ. അത് മറ്റവരാണ്. ആരാന്ന് തെളിച്ച് പറ നീ. ഈ ലഹരിയുടെ ആൾക്കാര്, സ്റ്റാമ്പ് നക്കണൂര്. സ്റ്റാമ്പ് നക്കേ? ഈ കാശ് കൊടുത്ത് കിട്ടുന്ന ഒരു സാധനം, ഈ സ്റ്റാമ്പ്. ഈ നക്കിയാ പിന്നെ ഈ ടീച്ചർ അടിച്ചാൽ വേനടിക്കില്ല, പിന്നെ ഈ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, പിന്നെ ഈ സ്പോഞ്ച് എടുക്കില്ലേ അത് മിരിക്കണ പോലെയാ. സ്റ്റാമ്പ് നക്കിയാൽ എങ്ങനെയൊക്കെ? പിന്നെ വേറൊരു കാര്യം, ഇത് ആരെടുത്തും പറയരുത് പ്ലീസ്. ഞാൻ പോവാ. എടാ അതോടെ കഴിക്കടാ. വേണ്ട, മതി. ഡെയ്സി, എബി പോവാൻ റെഡി ആയിട്ടോ? എൻ്റെ പ്രാഞ്ചേട്ടാ, കമ്പം തേനി മേഖലകളിൽ നിന്നുള്ള കഞ്ചാവിൻ്റെ വരവൊക്കെ കുറഞ്ഞു. ഇപ്പൊ വരുന്നത് സിൽക്ക് റൂട്ടിൽ നിന്നാണ്. സിക്രൂട്ടാ? ഉത്തരേന്ത്യന്ന്, അതിലധികം ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്. അവിടെ നിന്നൊക്കെ വരുമ്പോ പോലീസ് പിടിക്കലടാ. അതൊക്കെ ഡിജിറ്റൽ ഇടപാടല്ലേ. കഞ്ചാവ് ആവശ്യമുള്ളവര് ഒഡീഷയിലെ ഇടനിലക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കും. കടത്തുകൂലി അടക്കമുള്ള തുക. അതൊക്കെ സമ്മതിച്ചു. ഈ സാധനം എങ്ങനെ വിറ്റക്ക് കിട്ടണേ? 100 കിലോയുടെ സാധനം 2 കിലോയുടെ കുഞ്ഞു കുഞ്ഞു പൊതികളിലായിട്ട് അപ്പം പോലെ ഞെക്കി അമർത്തി പാക്ക് ചെയ്യും. എന്നിട്ട് സെലോട്ടോപ്പ് കൊണ്ട് വരിഞ്ഞ് മുറുക്കി പൊതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിന്റെ പിൻസീറ്റിന്റെ അറയിൽ ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കും. മണം പോലും പുറത്തു വരില്ല. നീ എന്തുട്ടൊക്കെ പറഞ്ഞേ? പോലീസുകാർക്ക് അത് കണ്ടെത്തിക്കൂടെ? അതിനാണ് വനിതാ കാരിയർമാരുള്ളത്. ആഡംബര കാറുകളിൽ പെണ്ണുങ്ങൾ ആവശ്യമുള്ളിടത്ത് ഈ സാധനം എത്തിക്കും. നല്ല കാശുള്ള കാറുകളൊന്നും ഉത്തരേന്ത്യയിൽ പോലീസുകാർ തടയാറില്ല. അതാണ് അവരുടെ പരിപാടി. നിനക്ക് ഇതൊക്കെ എവിടുന്ന കിട്ടണ? ഇതല്ല, ഇതിലപ്പുറം നടക്കുന്നുള്ള എനിക്കറിയാം. അങ്ങനെയുള്ള കൂട്ടുകാരല്ല എനിക്ക് അധികമുള്ളത്. അതുകൊണ്ടാണ് എബി പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഞാൻ പറഞ്ഞത്. കഞ്ചാവും ആശിഷൊന്നും അല്ല, അതിലും മാരക വിഷമുള്ള സാധനങ്ങളും സ്കൂളില്. അവൻ പറഞ്ഞ സ്റ്റാമ്പില്ലേ, അതിന്റെ പുറകില് തേച്ചിട്ടുള്ള മയക്കുമരുന്നാണ്. ആ സ്റ്റാമ്പൊന്നും നക്കിയാ മതി, അതോടെ 10 ബീറടിച്ച പോലത്തെ പ്രാന്താവും. അതപ്പോ വിഷലടാ. പിന്നല്ലാണ്ട് ഒരു തവണ നക്കിയാ മതി, പിന്നെ അവന് അത് ഇല്ലാണ്ട് പറ്റില്ല. അങ്ങനെയല്ലേ ഈ മാലമോഷണം പിടിച്ചു പറയൊക്കെ നടക്കണേ. കുട്ടികളെ സ്കൂളിൽ വിടാൻ തന്നെ പേടിയാവും. സത്യം പറഞ്ഞ നല്ല കുട്ടികൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അനുഭവിക്കുന്നത്. എന്ന് വെച്ചാ മയക്കുമരുന്ന് ടീമുകൾ അവരെ എപ്പോഴും ഇങ്ങനെ വളയ്ക്കാൻ നോക്കില്ലേ. ഇതൊന്നും നക്കി നോക്കരാന്ന് പറഞ്ഞിട്ട്. ശരിയാ, അവരുടെ വലയിൽ വിടാൻ നടക്കണമെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ കുടുംബത്തോടുള്ള സ്നേഹവും സ്വാധീനവും ഉണ്ടാവും. പ്രാഞ്ചേട്ട എന്തായാലും ടെൻഷൻ അടിക്കണ്ട. എബി അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടാ, എനിക്കറിയാം. ഇതേ ചിന്ത തന്നെയല്ലടാ ഓരോ മാതാപിതാക്കൾക്കും സ്വന്തം മക്കളെ കുറിച്ച് ഉണ്ടാവുക. അതും ശരിയാ. എന്തൊരു കാലം അത്. പ്രാഞ്ചേട്ടാ, ഇങ്ങോട്ട് നോക്കി നിങ്ങള്. ഇവൻ തന്നെയാണ് ആള്. ആ ഇവൻ തന്നെ പ്രാഞ്ചേട്ടാ. അല്ല ഇവൻ ഇവമ്മള് കുടിയൻ ദിവാകരന്റെ മോൻ ഗിരീശേ. അപ്പൊ അവൻ പേരൊന്നും മാറ്റി പറഞ്ഞിട്ടുണ്ടായില്ലേ? കള്ളത്തരത്തിനൊന്നല്ലല്ലോ ഓൻ വന്ന്. ഓന്റെ കയ്യില് പൈസ ഉണ്ടായില്ല, അപ്പൊ ഓൻ ഇവിടെ ചോദിച്ചു. ഞാനിത് ആലിസിച്ച് ഒന്ന് വിളിച്ചു പറയട്ടെ, അവനെ കിട്ടിയെന്ന്. എന്തിനാ ആലിസേച്ചി യൂസ് ആയിരിക്കുന്നല്ലേ പോയിരിക്കണേ? അതെ, പറഞ്ഞാ മതി. ഇവന്റെ അമ്മ ജാനേടത്തി ഇന്നാളെ ആശുപത്രിയിൽ പോയിരുമ്പോ ഞാൻ കണ്ട്. ഭക്ഷണൊന്നും ഇവൻ കഴിക്കല്ലോലെ, കോള മാത്രം മതിയോലെ. കഞ്ചാവ് വലിച്ചാലേ ഭക്ഷണൊന്നും വേണ്ടെന്നാ തോന്നണേ. അല്ല, ഈ ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഇത് വലിക്കുന്നവരാണോ? അല്ല, പക്ഷെ ഇവന്റെ കട്ടിലോട്ട് എത്രമാത്രം കുപ്പി കോളയാന്ന് കിട്ടിയത്. പിന്നെ ഇവന് ദേഷ്യപ്പെടുന്ന ഒരുമാതിരി സ്വഭാവവും. എക്സൈസിലെ സാറാണ് അത് മനസ്സിലാക്കിയത്. മൂപ്പരതൊക്കെ പാടെ പറഞ്ഞു ഒരുക്കി വരുമ്പോഴാണ് കുണ്ട സ്റ്റാമ്പ് ആക്കൽ തുടങ്ങിയത്. ഞാൻ അന്വേഷിച്ചപ്പോഴേ ഈ സിന്തറ്റിക് സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇത്ര 2000 മുതൽ 5000 രൂപ വരെയാണ് അതിന്റെ വില. അല്ല പ്രാഞ്ചേട്ടാ, ഇതിനൊക്കെയുള്ള പൈസ ഇവിടുന്ന് കിട്ടുന്നവന്മാർക്ക്? ഇപ്പൊ നിന്നെ പറ്റിച്ച മാതിരി പറ്റിക്കന്നെ. പിന്നെ മാലമോഷണോ? അത് മാത്രല്ല പ്രാഞ്ചേട്ടാ, ഇവര് ഈ മാളിലും സിനിമകളിലും ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. എന്നിട്ട് പെൺകുട്ടികളെ വളച്ചൊടിച്ചിട്ട് ഐറ്റങ്ങൾ ഉടുത്താടില്ലാത്ത ഫോട്ടോ എടുത്തിട്ട് ഐറ്റങ്ങളായിട്ട് വില വെച്ച് തന്നെ. കർത്താവേ, വന്നിപ്പോ കൗമാരക്കാരെ പോലും മേടിക്കേണ്ട അവസ്ഥയല്ലേ? ഒരു ദിവസം എക്സൈസുകാർ വീട്ടിലൊന്ന് കയറുമ്പോ അറിയും. അല്ല പ്രാഞ്ചേട്ടാ, ഇവറ്റോളൊക്കെ ഇതിൽ ചെന്ന് ചാടിയെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നേ? നന്നായി പഠിക്കണ പിള്ളേര് പെട്ടെന്ന് നിലവാരം കുറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ കൂട്ടുകെട്ടുകളാണ് പ്രശ്നമാക്കണത്. നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നല്ലേ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. കർത്താവേ, കേട്ടിട്ട് എന്നെ തലവരിക്കുക. സുലൈമാനെ, ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളും നേരെ വഴിക്ക് നടത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല.
എന്നാലും നമുക്ക് പറ്റണത് ചെയ്യണ്ടാ. പിന്നെ അതെന്തായാലും വേണോ? എന്റെ പെങ്ങളെ കുട്ടീന്റെ കാര്യമൊക്കെ അറിയണതല്ലേ. നമുക്ക് ആ ഗിരീഷിന്റെ വീട്ടിലൊന്ന് ആ, പോയാലോ? നന്നായി. കടം വാങ്ങിച്ച കാശ് തിരിച്ചു ചോദിക്കാൻ ചെല്ലുന്നതുകൊണ്ട് അവൻ ഇറങ്ങി ഓടും. എന്നാലേ എന്നാ പിന്നെ നോക്കും വേണ്ട, ചെക്കൻ അങ്ങോട്ട് ഓടിട്ട് ഏതെങ്കിലും പൊട്ടൻ കിണറ്റിൽ വീണാലേ അത് പോരെ നമുക്ക്. ഏയ്, പിന്നെ നമ്മളിപ്പോ എന്തുട്രാ ചെയ്യാ? ഇതന്നെയല്ലേ നാട്ടിലുള്ള ആൾക്കാർ മുഴുവനും ചെയ്യുന്നത്. ഇതിനിപ്പോ എന്താ ചെയ്യാന്ന്? എന്താ ചെയ്യാ? അയ്യേ അതന്നെയല്ലേ ചോദിക്കണ എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞല്ലാന്ന്. ഏയ് അല്ലാന്ന് എന്തേ മാർഗം ഉണ്ടോന്നാണ്ട് നോക്കി. ആ പൈസ അടച്ചോ? ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് പോടാ. പോടങ്ങനെ. ബുക്കും പേപ്പർ എടുക്ക്. വേഗം എടുക്കടാ. നീക്കിർത്തരാണ് പോരുമ്പോ എടുത്തിട്ട് പോന്നൂടെ? എടാ അവരുടെ മുടി കണ്ടില്ലേ അവന്റെ? പോടാ പോടാ. നീക്കണേ വേഗം എടുത്ത് പോടാ. ഇത് സാർ ചാവി. അതൊക്കെ പറയടാ. എന്താ സാറേ ഇന്നിപ്പോ 4ാമത്തെ തവണ ഈ പോലീസ് പോക്കണം. എന്തിനാ സാറേ ഇത്? വെറുതെ ആവശ്യമില്ലാണ്ട്. അതിന്റെ കാരണം നിനക്ക് അറിഞ്ഞോടല്ലടാ. എന്താ സാറേ ഞങ്ങൾ ഹെൽമെറ്റ് വെക്കാത്തോണ്ടാണ്. എന്താടാ ഹെൽമെറ്റ് വെക്കാത്ത? ഞങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾക്ക് അറിയാം സാറേ. തിരക്കുള്ള റോഡിലാണെങ്കിൽ ഞങ്ങൾ ഹെൽമെറ്റ് വെക്കും. ഇതിപ്പോ ഇങ്ങനത്തെ റോഡിൽ എന്തിനാ വെറുതെ? അത് നീയാണോ? അതെ, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഹെൽമെറ്റ് വെച്ചൊന്നും ചെക്ക് ചെയ്യാനില്ല, വേറെ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. ഞങ്ങൾ പൊതുവെല്ലാം കൊണ്ടുപോകണമെന്ന് അറിയാനാണ് സാറേ. സാറിന്റെ വിലപ്പെട്ട സമയം കളയണ്ട. ഞങ്ങൾ അത്രക്കാരല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ മുടി വളർത്തുന്നത്? സാർ എന്തിട്ട് വർത്താനം സാറാ പറയണേ? ഈ ഇങ്ങനെ മുടി വളർത്തുകൊണ്ടൊക്കെ കഞ്ചാവ് വളർത്തുന്നവരാണെന്നാണ് പറയണേ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ കഞ്ചാവും മറ്റും കടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് മുടിയും താടിയും അതുകൊണ്ട് പറഞ്ഞു. വല്ലാണ്ട് അഭ്യാസം കാണിക്കണ്ടേ? എന്താ ഇവിടെ മാറിക്കാണ്ട് ചൂടാള് സാറാ. നീ അവിടെ നിൽക്ക്. എന്താണ് നിന്റെ പേര്? ആയിരുന്നാണ് സാറേ. നിന്റെ പേരിൽ എത്ര കേസ് ഉണ്ടോ? നിലവിൽ എന്റെ പേരിൽ ഒരു കേസില്ല സാറേ. എന്തവൻ ചൂടാവണില്ല. ഇവരെന്തിനു വെറുതെ ചൂടാവണേ? സംസാരിക്കണ്ടാ. മാറിക്കണ. നീ ഇങ്ങോട്ട് നീക്കടാ. അവിടെ നിൽക്ക്. നീങ്ങണ. സാർ ഇതുപോലെ കറുത്ത വസ്ത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആൾക്കാർ ഇതേ നോക്കി ഇങ്ങനെ കണ്ണെഴുതിട്ടുള്ള ആൾക്കാർ പോരാത്തനൊരു പച്ചകുത്തലും. കലിപ്പ് തീർന്ന അവനെ പിടിച്ച് മാറി നിർത്ത്. മാറിക്കണാട്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഇത്രക്കാരല്ലെങ്കിലും ഞങ്ങൾക്ക് പരിശോധിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സാധനം എവിടെയാ വെച്ച ബാഗ് എടുത്ത് കടാ, എന്നിട്ട് പോടാ. ഞങ്ങൾ എന്തൊളിപ്പിച്ചു സാറേ പറയണേ? നീ അധികം സംസാരിക്കണ്ട. സാധനം എടുക്കാനാട്. എടുത്തു കൊടുക്കടാ. നിക്കടവിടെ. ഞങ്ങളെ പറ്റിച്ച് കടന്നാളെ വിചാരിച്ചടാ. എവിടെ സാധനം? സാർ ഞാൻ പേടിച്ചിട്ടാണ് സാർ ഓടിയത്. ഒന്ന് സഹകരിക്കേ. എന്റെ ഒന്നുമില്ല, പരിശോധിച്ചോ. സാധനം എവിടെ എവിടെ മറ്റെവിടെ? ഒരു ആവശ്യത്തിന് എന്തിനാ സാറേ എന്റെ സമയങ്ങളാണ്? ഒറ്റയായിട്ട് എനിക്കറിയില്ല. എനിക്കറിയില്ല സാറേ അവനോട് പോയെന്ന്. ഇങ്ങോട്ട് കേറടാ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. ഞാൻ കണ്ടെടുത്തോളം ആ ചെക്കൻ നല്ല മര്യാദക്കാരനാണ്. 2000 രൂപയല്ലേ പോയുള്ളൂ. നമ്മുടെ സ്റ്റാർ പ്ലാസിൽ ജോലി ചെയ്യുന്ന വില്യംസ് ഇല്ലേ, അവന്റെ വീട്ടിൽ പോയിട്ട് 5000 രൂപ വായ്പ ചോദിച്ചു. അതെന്ത് പറഞ്ഞിട്ട്? അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വായ്പ ചോദിച്ചേ. പിന്നെ ആ വില്യംസ് ഇത്തിരി മര്യാദക്കാരനായത് കൊണ്ട് കൊടുത്തു. പിന്നെ അന്വേഷിച്ചപ്പോഴേ പിടി കിട്ടിയത് അവരമ്മയ്ക്ക് ഒരു തേങ്ങ സുഖമില്ലാന്ന്. ഈ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ പിന്നെ എന്താ ചെയ്യാ? എവിടെന്നെങ്കിലും തല്ലി കിട്ടുമ്പോ വിവരം മനസ്സിലാവും. ഒന്ന് മനസ്സ് വെച്ച് രക്ഷപ്പെടാനുള്ളതേ ഉള്ളേപ്പാ. നീ എന്താ അറിഞ്ഞിട്ടാ കിടാവേ പറയണേ? ഈ ലഹരിയിലെ സുഖം അറിഞ്ഞവര് പിന്നെ ഒരിക്കലും വിടില്ല. നിനക്കറിയോ, ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം പോവാൻ.
അതെന്താ? എടി, ഇന്നലെ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിന്റെ സമീപത്തു നിന്ന് പോലീസ് ഒരു കഞ്ചാവ് കച്ചവടക്കാരനെ പിടിച്ചു. പോലീസ് പൊക്കി നല്ലല്ലോ ഞാൻ കേട്ടത്. ഈ എക്സൈസുകാരും പോലീസുകാരും തന്നെ പറയാ. എന്നിട്ട് എന്താ, ഇയാള് അറസ്റ്റിലായെന്നറിയാതെ സ്ഥിരം കുറ്റികള് ഇയാളുടെ മൊബൈലിലേക്ക് ഫോൺ വിളിച്ചു. അത് പോലീസ് അറ്റൻഡ് ചെയ്ത് പൂത്തോള് വന്നാൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞു. സെക്കൻഡ് വെച്ച് അവര് പറഞ്ഞെത്തി. പൂത്തോളെത്തി. അവരെ കാത്തു നിന്ന് പിടികൂടി. എക്സൈസുകാര് ചോദ്യം ചെയ്തപ്പോഴല്ലേ ഞെട്ടിയത്. തൃശ്ശൂരും കോഴിക്കോടും സർവീസ് നടത്തുന്ന ബസ്സില്ലേ, സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാര്. എന്റെ കർത്താവേ, നല്ല ഊർജ്ജസ്വലതയോടെ യാത്ര ചെയ്യാനും ഓടിക്കാനും ഒരു പുക കിട്ടാനായി വന്നവരായിരുന്നു. ഇങ്ങനെയുള്ള ബസ്സിലൊക്കെ വല്ല കല്യാണത്തിന് പോയാൽ എന്തായിരിക്കും സ്ഥിതി? തിരിച്ച് ആംബുലൻസിലായിരിക്കും മടക്കം. അതിൽ വരേണ്ടി വരും, അതിൽ തന്നെ വരേണ്ടി വരും. അതൊക്കെ പോട്ടെ. ഇന്നേ ചിക്കൻ കാലിന്റെ കഷ്ണം വെച്ചിട്ടുണ്ടകത്ത്. ആണോ? എന്നാ അത് എടുത്തേക്ക് സൂസേ. നീ അല്ലെങ്കിലും അരിപ്രാവിന്റെ മനസ്സാ നിനക്ക്. പിന്നെ പിന്നെ നിനക്ക് ഇത്തിരി മുൻകോവുണ്ടെന്നുള്ളോ. നീ വളരെ ഡീസന്റ് കിടാവണ്ടി. മതി സോപ്പിട്ടത്. വാ. ഏട്ടങ്ങടേ വരണ്ട കേട്ടോ. അവരെന്നെ അവരെന്നെയാ. അതേലോ. ഇറങ്ങ ഭാസ്കര കിട്ടിയോ? കൈയോടെ പിടിച്ചിട്ടുണ്ട്. ഓന്തോടി ഏതുവരോടും ഏരിയ വേലിപ്പത്തോളം. ഇങ്ങോട്ട് കാണട്ടെ. നീ എന്തും പറഞ്ഞോണ്ടാണ് എന്റെ കാശ് വാങ്ങിച്ചോണ്ട് പോയത്? വർത്താനം പറയുന്നത് മിണ്ടാതെ നിൽക്കണെന്താടാ നീ? പറയടാ. അതേ തിക്കും തിരക്ക് കൂട്ടാന്ന് കണ്ട അവൻ പറഞ്ഞോളൂ. കുരിയേട്ടാ, ഒന്നും അവനായിട്ട് പറയില്ല, നമ്മള് പറയിപ്പിക്കേണ്ടി വരും. അതന്നെ. അതേ ഇനി ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവന്റെ പ്രായമുള്ളവര് ഇതിൽ കുടുങ്ങണതല്ല, കുടുക്കണതാ, അല്ലെങ്കിൽ കുടുങ്ങി പോണതാ. അത് തെറ്റായി പോയെന്ന് സ്വയം തിരിച്ചറിയുമ്പോഴത്തേക്കും സമയം കുറെ കടന്നു പോയിണ്ടാവും. ആര് കുറ്റം പറഞ്ഞാലും മോനെ ഞാനൊന്നും പറയുന്നില്ല. മാത്രമല്ല ആ 2000 രൂപ ഞങ്ങക്ക് തിരിച്ചും വേണ്ട. നിന്റെ അവസ്ഥയിലെത്തിയ ആരും ഇത് ചെയ്യും. നീ എന്താ പ്രാഞ്ചി അവൻ ന്യായീകരിക്കുക? ഏട്ടക്കടേ, മയക്കമരുന്നിന് അഡിക്റ്റായ പിന്നെ അടുത്ത ഡോസ് കിട്ടാനുള്ള വഴി ഇവര് നോക്കും. പണം പെട്ടെന്ന് കിട്ടാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഇവര് ചെയ്യും. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കും. ഇവര് ശരിക്കും ബലിയാടുകൾ മാത്രാണ്. മോന് ഇനി കാശ് വേണം. അവനെ രണ്ട് പൊട്ടിക്കാൻ വേണ്ടി പ്രാഞ്ചേട്ടാ. അതെ. എന്നവന്റെ പ്രശ്നം തീരുവോ? ഇങ്ങനെയുള്ള ലഹരിയുടെ ഉപയോഗം നിർത്താൻ കാശ് പണം കൊടുത്ത് നാശാക്കല്ലേ വേണ്ട, ബോധവൽക്കരണം നടത്തണം. ബോധവൽക്കരണം ആരുടെ മുന്നിലാ നടത്തണ്ടേ? അത് ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ മുന്നിലോ? അല്ല, അതെ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലാന്ന് കേട്ടിട്ടില്ലേ? ഇവന്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ എടാ വെറുതെ അത് അവർക്ക് സ്വയം തോന്നണം. ഈ ലഹരി അല്ല ലഹരി, ജീവിതമാണ് യഥാർത്ഥ ലഹരി. അത് മനസ്സിലായ ഇവര് നിർത്തിക്കോ. മോനെ ദേ ഈ നിലയ്ക്ക് നീ പോകാനാണ് ഉദ്ദേശിക്കണെങ്കിലേ ഒരു വെളിവില്ലാതെ നമ്മുടെ പ്രകാശ് ചേട്ടൻ നടക്കണില്ലേ വട്ടുപിടിച്ച്, അതുപോലെ നടക്കാൻ നിനക്കും കേട്ടോ. അങ്ങനെ കുളിക്കാതെയും വസ്ത്രം മാറാതെ ഒക്കെ നടക്കാൻ ഇവനും ആഗ്രഹം ഉണ്ടാവും. ആടി സൂസേ, നീ ഒരു 2000 രൂപ കൊണ്ട് എടുത്ത്. അല്ലെങ്കിൽ വേണ്ട. ഭാസ്കര, ആ കടയിൽ നിന്ന് കൊണ്ടുവന്ന കാശ് 2000 രൂപ കൊണ്ട് എന്തിനത്? എന്താ ഗിരീഷേ, പോയി മയക്കുമരുന്ന് മേടിച്ചോട്ടാ. കാശ് വേണമെങ്കിൽ ഇനിയും തരാം. 1 കൊല്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ആവശ്യം വരില്ല. അല്ല ആ കാശും കൊണ്ട് പോണു. നീ എന്തുട്ട് ചെയ്തേ? കതിരിന് വളം വെക്കണ പോലെ ലഹരി ആസ്വദിക്കുന്നവരുടെ അടുത്ത് ക്ലാസ് എടുത്തിട്ടോ ഉപദേശിച്ചിട്ടോ ഒരു കാര്യമില്ല. ലഹരി എന്താണെന്ന് അറിയണതിന് മുൻപേ അത് വിഷാണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണ്ടേ? ലഹരി വിരുദ്ധ ബോധവൽക്കരണം കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. നീ എന്ത് പറഞ്ഞാലും ശരി, നീ ഇപ്പൊ കാണിച്ച വഴിയുണ്ടല്ല, അതവനെ നശിപ്പിക്കാനുള്ള വഴിയാ. അവനും നശിക്കണം എന്നാണ് ആഗ്രഹം, പോയി നശിക്കട്ടെ. ഇടങ്ങടി എന്താ കാശ് പോരെ? അങ്ങനെ ഞാൻ നശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ.
ചേച്ചിയെ ചേച്ചിയുടെ പൈസ ഞാൻ തിരിച്ചു തരും കേട്ടോ. ചേച്ചിക്ക് വേണ്ട മോനെ, നീ നന്നായാ മതി. അവൻ നന്നാവും. കാരണം അവൻ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇല്ലടാ? അമ്പമ്പോ അമ്പട കേമ